ഹലോ നമസ്കാരം, രാജീവം വ്ളോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കടുകുമാങ്ങയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടരികിലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾക്ക് വരുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ കുറവുകൾ അതുപോലെ നല്ല വശങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കുറവുകൾ ഞാൻ നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് തിരുത്തുവാൻ ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. മാങ്ങ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ മാങ്ങ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നേരം നമുക്കിത് ഒന്ന് മാറ്റി വെക്കണം. മാങ്ങ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്, അലുമിനിയത്തിൻ്റെ. നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് ഉരുളി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ആഡ് ചെയ്യാം. നല്ലെണ്ണയാണ് ഇതിന് വേണ്ടത്. ഞാനിവിടെ 100 ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്തു. ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആവശ്യമില്ല. വളരെ ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോഴേക്ക് നമുക്ക് അടുത്ത ചേരുവകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ 4 സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 4 സ്പൂണെന്ന് പറഞ്ഞാൽ ഒരുവിധം വലിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് 1 സ്പൂണ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി 1 സ്പൂണ് ആഡ് ചെയ്തു. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്ക് ഈ ചെറു ചൂടായിട്ടുള്ള എണ്ണയ്ക്കകത്ത് ഇതൊന്ന് റെഡിയായി കിട്ടണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1 സ്പൂണ് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 2.5 സ്പൂണ് വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. അവരവരുടെ ടേസ്റ്റ്, പുളി ഇതൊക്കെ നോക്കിയിട്ട് വേണം വിനാഗിരി ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ, അതായത് ഉപ്പൊക്കെ ഇട്ട് അരമണിക്കൂർ മുന്നേ വെച്ചിരുന്ന മാങ്ങയാണ്, അത് ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മാങ്ങ ഇനി നമുക്ക് ഈ ചേരുവകളുമായിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം.
കൂടെ തന്നെ നമുക്ക് പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലിത് തയ്യാറാക്കി നോക്കുക. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ 4 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിരുന്നത്. അതായത് ഈ സ്പൂണിനാണ് ഞാൻ 4 സ്പൂണ് ചേർത്തത്. അപ്പോൾ അത്രയും ചേർത്തപ്പോൾ തന്നെ നല്ലപോലെ എരിവാണ്. അപ്പോൾ നിങ്ങൾ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക. അപ്പോൾ ഇതുവരെയും എൻ്റെ യൂട്യൂബ്